എടി ഞാൻ വല്ലാതെ വയസ്സായി പോയല്ലേ. ഇപ്പോഴാണോ മനസ്സിലായത്? ഡൈ ആവാനായി. എന്ത് വർത്താന നിങ്ങൾ ഈ പറയുന്നത്? എന്നെ ഓർത്തോ? പറക്ക പറ്റാത്ത ടിൻഡുവിനെ നിങ്ങൾ ഓർത്തോ? നിനക്കെന്താടി വട്ടായോ? അത് ശരി, വേണ്ടാതീന ഞാനാണോ പറഞ്ഞത്? ഡൈയുടെ കാര്യമാ ഞാൻ പറഞ്ഞത്, ഹെയർ ഡൈ. ഓ ആടൈ, എന്നാ കുറച്ച് എനിക്ക് മാറ്റി വെച്ചേക്കണേ. അയ്യേ, അമ്മ ശശിയായി. എന്റെ പേരാടാ ശശി, ഇവള് രമ. ന്യൂ ജനറേഷനിൽ ആള് മണ്ടനായി എന്നതിന് ശശിയായി എന്നാ പറയാറ്. ഇപ്പൊ ശശി എന്ന് വെച്ച മണ്ടൻ. കഷ്ടം, നല്ലൊരു പേരായിരുന്നു. ഇനി ഇതിപ്പോ മാറ്റാനും പറ്റില്ലല്ലോ. അത് സാരമില്ല, അച്ഛൻ അത് കറക്റ്റ് മാച്ചാ. ആ അതവിടെ നിക്കട്ടെ, നീ പോയി ഡൈ വാങ്ങി വാ. പോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്കറിയാം, കണ്ടീഷൻ എന്ന് വെച്ചാ കമ്മീഷൻ അല്ലേ. ബാക്കി പൈസ കൊണ്ട് നിനക്ക് മുട്ടായി വാങ്ങണം. കമ്മീഷനും മിഠായി ഒന്നും അല്ല, കടയിലേക്ക് പോയി വരാൻ അച്ഛന് ബൈക്കൊന്ന് വേണം. അയ്യടാ, എടാ ദൈവം നിനക്ക് എന്തിനാ 2 കാല് തന്നത്? ഒന്ന് ഗിയർ മാറ്റാനും മറ്റേത് ബ്രേക്ക് ചവിട്ടാനും. എന്തേ? എന്താ ദീപു, മുഖത്തൊരു സന്തോഷം? ഞാനൊരു സ്വപ്നം കണ്ടു. അത് നല്ലതാ, എപ്പോഴും സ്വപ്നം കാണാൻ നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാവും എല്ലാ പീരീഡും നീ കിടന്നുറങ്ങുന്നത്. അല്ല, എന്ത് സ്വപ്നമാ നീ കണ്ടത്? അതൊക്കെ ഉണ്ട് മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് മിക്കതും നടന്നിട്ടുണ്ടടാ. ഓഹോ, നീ കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാത്തിനും പൊട്ടുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ, ഫലിച്ചില്ലേ? ആ കാര്യം എനിക്ക് സ്വപ്നം കാണാതെ തന്നെ അറിയാം. ഞാൻ ഇന്നലെ രാജാവായിട്ട് വാഴുന്നതാ സ്വപ്നം കണ്ടത്, അതും പുലർച്ചയ്ക്ക്. അതിനെന്താ എടാ, പുലർച്ചയ്ക്ക് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ? നീ രാജാവോ? പോരാത്തതിന് ഞാൻ അന്നദാനവും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ശരി, ഇപ്പം കാര്യം പിടികിട്ടി. എന്തു കാര്യം? തലപ്പാവ് വെച്ചിട്ടല്ലേ നീ നിന്നെ കണ്ടത്? അതെ. പിന്നെ അന്നദാനവും നടത്തിയല്ലേ? സംഗതി പിടികിട്ടി. എന്ത്? ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ഒഴിവുണ്ടെന്ന് പത്രത്തിൽ കണ്ടപ്പോ ഇത്രയും വിചാരിച്ചില്ല. ദേ നോക്കിയേ, നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം ഉടനെ നടത്തണം. അതെന്തേ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അവക്ക് പ്രായം എത്രയായെന്നാ? നീ ഇങ്ങനെ ധൃതി കൂട്ടിയാലോ? യോജിച്ചൊരു ചെക്കനെ കിട്ടണ്ടേ? യോജിച്ച ചെറുക്കൻ. എന്നിട്ട് ഞാൻ അവളുടെ അത്രയായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് യോജിച്ചൊരു ചെക്കന് വേണ്ടി കാത്തിരുന്നില്ലല്ലോ. അത് ശരി, അതിനർത്ഥം ഞാനൊരു കിഴങ്ങനാണെന്നല്ലേ? അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ. ഏത് നശിച്ച നേരത്താ നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നത്? എന്റെ കഷ്ടകാലത്തിന്. അതേടി, എന്റെ ജീവിതത്തില് എനിക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. അതേത് തെറ്റാ? അതാണ് എന്റെ മുമ്പില് ഈ മഞ്ഞസാരി ഉടുത്തിരിക്കുന്ന സ്ത്രീ, നിന്റെ അമ്മ. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. അതെന്താടാ? ഭാവിയിൽ എന്തായാലും അച്ഛൻ എനിക്ക് പെണ്ണന്വേഷിക്കണ്ട. അയ്യോ, അതെന്താ മോനെ? സ്വന്തം കാര്യത്തിൽ തെറ്റുപറ്റിയ അച്ഛന് എന്റെ കാര്യത്തിലും തെറ്റു വരാതിരിക്കോ? നീ അറിഞ്ഞോടാ, എന്റെ മകൻ ജോണിക്കുട്ടി ജപ്പാനിന്ന് വന്നു. ആണോ? കാണാൻ ഞാൻ വരുന്നുണ്ട്. മക്കളും ഉണ്ട്. ആണോ? എന്തൊക്കെയാ പേര്? നാക്കിമൂട്ടോ, പിന്നെ യാക്കസാക്കി. നല്ല ഐശ്വര്യമുള്ള പേര് തന്നെ. അവന്റെ ഭാര്യ ജപ്പാൻകാരിയല്ലേടാ, അവളുടെ പേര് വാക്കസാക്കി എന്നാ. കാവസാക്കി എന്ന് കേട്ടിട്ടുണ്ട്. അതവന്റെ അളിയൻ. അത് ശരി, കൊള്ളാലോ. ഞാനും പോകുന്നുണ്ട് ജപ്പാനിലേക്ക്. ചേട്ടൻ പണ്ടേ ആള് ജപ്പാനല്ലേ? ഒന്ന് പോടാ, എന്നെ കാണാൻ കാത്തു നിൽക്കുകയാ ജപ്പാൻകാര്. 2 ദുരിതങ്ങൾ അവർ അതിജീവിച്ചതാ, മൂന്നാമതൊരെണ്ണം കൂടി വേണോ? അവന്റെ ഒരു തമാശ. നീ ഉദ്ദേശിച്ചത് ഹിരോഷിമയും നാഗസാക്കിയും അല്ലേ? അത് തന്നെ. എന്നാലും ഈ ജപ്പാൻകാരുടെ ഒരു കാര്യം എന്താണടാ? സാധാരണ നമ്മള് മരിച്ചാൽ എന്താ ചെയ്യാ? കുഴിച്ചിടും, ചിലര് ദഹിപ്പിക്കും. ഓരോരോ ജാതിയില് ഓരോരോ രീതികള്. പക്ഷെ ജപ്പാൻകാര് മരിച്ചാൽ എങ്ങനെയാണെന്നറിയോ? എങ്ങനാടാ? അവരെ അന്തരീക്ഷത്തിലാ സംസ്കരിക്കുന്നത്. അന്തരീക്ഷത്തിൽ എങ്ങനാടാ വിഡ്ഢി സംസ്കരിക്കുന്നേ? എന്റെ ചേട്ടാ, ഞാൻ ഇന്നലെ ഹിസ്റ്ററി ചാനൽ വെച്ചപ്പോ കേട്ടതാ. ഹിരോഷിമയിൽ മരിച്ച രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ശോകമുഖമായ അന്തരീക്ഷത്തിൽ സംസ്കരിച്ചു.